ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർക്കാം. 5 ഏലയ്ക്ക, ഒരു 3 ചെറിയ കഷ്ണം പട്ട, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാമേ. 4 പച്ചമുളക്, 6 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സവാള ഒന്ന് സോഫ്റ്റായി വരില്ലേ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഒരു പിങ്ക് കളർ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരില്ലേ, അതുവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങുമാണ് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തേക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനായിട്ടുള്ള പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറും. അതുപോലെയാണ് നമ്മൾ സവോള ഒരുപാട് കളർ മാറുന്നത് വരെ വഴറ്റരുതെന്നും പറയണത്. കാരണം നമ്മുടെ സ്റ്റൂവിന് ഒരു വെള്ള കളറല്ലേ വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൂവിന് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരു പിടി കുറഞ്ഞ് നിൽക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒരു ഗ്ലാസ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 15 കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചെടുത്തേക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റും കൂടും, അതുപോലെ കുറച്ച് തിക്നെസ്സും കൂടും. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇതിന് പകരം ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താലും മതി, നമ്മുടെ കറിക്കൊന്ന് തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1ാം പാൽ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.